ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ആഗസ്റ്റ് മാസ ഫലമാണ്. ആഗസ്റ്റ് മാസത്തിൽ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമുള്ള ഒരു നക്ഷത്രങ്ങളാണ്. അതായത് ഏറ്റവും നല്ല ഭാഗ്യം വന്നിരിക്കുന്ന ഒരു സമയമാണ്. 9ാം ഭാവം അതാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ 9ാം ഭാവാധിപനായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം തേജസ്സിൻ്റെയും ഓജസ്സിൻ്റെയും പ്രവർത്തനക്ഷമതയുടെയും ധീരതയുടെയും ധൈര്യത്തിൻ്റെയും ഗ്രഹമാണ്. ആ ഗ്രഹം തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഈ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്ര നക്ഷത്രക്കാർക്ക്, ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. ഏറ്റവും പ്രധാനം ഏതൊരു വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ഉപജീവന മാർഗമാണ്. എത്ര പണമുണ്ടെങ്കിലും അത് എടുക്കും തോറും തീർന്നു പോകും. എന്നാൽ ഒരു തൊഴിൽ ചെയ്ത് ധനം നേടുക, അത് ചിലവാക്കുക, അതിനൊരു പ്രത്യേക സുഖവും സന്തോഷവും ആണ്. അത് ചിലവാക്കുമ്പോൾ അത് പ്രത്യേകമായ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം. തൊഴിൽപരമായ അഭിവൃദ്ധികൾ, അതായത് പഠിച്ച വിദ്യയ്ക്കനുസരിച്ചുള്ള നല്ല ജോലി വിജയം വന്നു ചേരും. അത് പ്രധാനമായിട്ട് സൈനിക, അർദ്ധ സൈനിക വിഭാഗത്തിലും, അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മിലിറ്ററിക്കാര്, മറ്റ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, ലൈൻമാൻമാർ, ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ. വാഹനകാരകനായിരിക്കുന്ന ശുക്രൻ തൊഴിൽ സ്ഥാനാധിപൻ കൂടിയാണ്. അത് ധനസ്ഥാനത്ത് നിൽക്കുന്നു. തൊഴിൽ ചെയ്ത് ധനം നേടും. വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, അതായത് ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യുന്നവരായാലും, ട്രാൻസ്പോർട്ടിംഗ് കമ്പനികൾ നടത്തുന്നവർ വരെ, അത് 1-2 വണ്ടികളുള്ളവരാകാം, നിരവധി വണ്ടികളുള്ളവരാകാം. അങ്ങനെ ഒക്കെ ചെയ്യുന്നവർക്ക് വാഹന സംബന്ധമായിട്ട് മറ്റ് വർക്കുകൾ ചെയ്യുന്ന മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാർ, ഡിസൈനിങ് ചെയ്യുന്നവർ, ഇൻറ്റീരിയൽ ആൻഡ് എക്സ്റ്റീരിയൽ ഡിസൈനിങ് ചെയ്യുന്നവർ ഒക്കെ അനുകൂലമാണ്. അത് ആർക്കിടെക്റ്റേഴ്സ്, മറ്റ് വീടുകളുടെ നിർമ്മാണവും അതിൻ്റെ എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ നല്ല പുരോഗതികൾ വന്നു ചേരും. ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാലും കലാകാരന്മാർ, അവർക്കൊക്കെ വിജയമാണ്. അതായത് ധനസ്ഥാനത്തിൻ്റെ ആധിപത്യവും തൊഴിൽ സ്ഥാനത്തിൻ്റെ ആധിപത്യവും ഒക്കെ നല്ലതുപോലെയുള്ള ആ ശുക്രൻ ധനസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഭാവത്തിൻ്റെ കൂടി ആധിപത്യമുള്ള ആ ശുക്രഗ്രഹം ധനസ്ഥാനത്ത് നിൽക്കുന്നു. ചൊവ്വ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. പൂർണ്ണമായിട്ട് ഭാഗ്യാധിപൻ്റെ ദൃഷ്ടി രാശിയിലേക്ക് ഉള്ളതിനാൽ ഭാഗ്യം വർദ്ധിക്കും. അതായത് തേജസ് വർദ്ധിക്കുക, ഓജസ് വർദ്ധിക്കുക. ഏതെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് ഒക്കെ നല്ല അനുഗ്രഹമുള്ള ഒരു സമയമാണ്. ബുധൻ്റെ അനുഗ്രഹവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. എന്നിരുന്നാലും കാര്യക്ഷമതയോടുകൂടിയ ഓരോ കാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിൽ ഏർപ്പെടണം ദമ്പതികളായിട്ടുള്ളവർ. പ്രത്യേകിച്ച് സന്താനങ്ങളുടെ കാര്യത്തിലും ജീവിത പങ്കാളിയുടെ കാര്യത്തിലായാലും മറ്റ് കുടുംബത്തെ മറ്റ് അംഗങ്ങളുടെ കാര്യത്തിലും ഒക്കെ പ്രധാനമായ ഇടപെടലുകൾ നടത്തുകയും അതിന് ദേഷ്യം പാടില്ല. ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ കൊണ്ട് അതിനെയൊക്കെ മറികടക്കുവാനായിട്ട് സാധിക്കും. ധനം ചിലവാക്കുന്നതിൽ അതീവ ജാഗ്രത വേണം. പിടിച്ചു മാത്രമേ ചിലവാക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒന്നിനും തികയാതെ വന്ന് വലിയ കടത്തിലേക്ക് വരാൻ സൂചനയുള്ളതിനാൽ പ്രധാന രേഖകളിൽ ഒപ്പുവയ്ക്കുന്നവരും കടം വാങ്ങിയിട്ടോ അല്ലാതെയോ യാതൊരു കാരണവശാലും കടം കൊടുത്താൽ കൊടുക്കുന്നത് കാണാം, സഹായമൊക്കെ ആയിരിക്കാം, പിന്നെ കിട്ടുകയില്ല, പിന്നെ ദുഃഖിച്ചിട്ട് കാര്യവുമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ചിങ്ങം രാശിക്കാരെ സംബന്ധിക്കുന്നുള്ളൂ. ധനപരമായ കാര്യങ്ങൾ, അത് സ്വന്തമായിട്ട് ഒരു കുടുംബത്തിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധനപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരായാലും നിങ്ങൾ ഒരു ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ അല്ലാതെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു സ്ഥാപനത്തിൻ്റെ ധനം കൈകാര്യം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിലോ നിങ്ങൾ വലിയ ചതിക്കുഴികളിൽ വീഴുവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും സുഹൃത്തുക്കൾ ലോഹ്യത്തിൽ വന്ന് ഇപ്പോൾ തരാം എന്ന് പറഞ്ഞൊക്കെ കടം വാങ്ങിക്കൊണ്ട് പോയിട്ട് പിന്നെ കിട്ടത്തില്ല. കൊടുത്തത് അന്നേരം കാണും. അത് വലിയ നിയമപ്രശ്നങ്ങൾ, അതായത് കോടതി കയറുകയും പോലീസ് സ്റ്റേഷൻ കയറുകയും പിന്നെ അതിനൊരു ഭീഷണിയും ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അത് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചില്ല എങ്കിൽ
ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഒക്കെ ഭാവത്തിൽ നിൽക്കുന്ന ആ ഭാവാധിപൻ്റെ അനിഷ്ടസ്ഥാന സ്ഥിതി കൊണ്ട് ദുഃഖിക്കേണ്ടി വരും. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന യുവതി യുവാക്കൾക്കൊക്കെ വളരെ നല്ലതാണ്. നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അതുകൂടി കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ഈ ചാനൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.